ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ആപ്പിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം SAPയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറേ എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇന്ന് നമുക്ക് വരുന്ന ഒരു എറർ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇന്ന് വന്നേക്കുന്ന ഒരു എററാണ്. ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് വന്ന ഒരു എററാണ്. ഇൻ കമ്പനി കോഡ് TCS2 ദ നമ്പർ റേഞ്ച് 03 ഈസ് മിസ്സിംഗ് ഫോർ ദ ഇയർ 2024 എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ എൻ്റെ കമ്പനി കോഡായ TCS2ൽ ഈ ഒരു 03 എന്ന് പറയുന്ന ഒരു നമ്പർ റേഞ്ച് 2024 ഇയറിലെ 03 എന്ന് പറയുന്ന ആ ഒരു നമ്പർ റേഞ്ച് അവിടെ മിസ്സിംഗ് എന്നാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം? നമുക്കത് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കൊരു T കോഡ് യൂസ് ചെയ്യാം. ആ T കോഡാണ് /FBN1. നമ്മൾ ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചിൽ 03 എന്ന് പറയുന്ന ഒരു നമ്പർ റേഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാത്തതും കൊണ്ടാണ് നമുക്ക് ഈ ഒരു എറർ വന്നേക്കുന്നത്. ഓക്കെ, സോ അവിടെ ഒരു നമ്പർ റേഞ്ച് എങ്ങനെ ആഡ് ചെയ്ത് ഈ എറർ സോൾവ് ആക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള T കോഡാണ് /NFBN1. ഓക്കെ, ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാം /NFBN1. ഞാൻ അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് അവിടെ കമ്പനി കോഡ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ഓപ്ഷൻസ് കാണാം: ഡിസ്പ്ലേ ഇൻ്റർവൽ, ചേഞ്ച് ഇൻ്റർവൽ, നമ്പർ റേഞ്ച് സ്റ്റാറ്റസ്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ചേഞ്ച് ഇൻ്റർവലാണ്. അതിന് മുമ്പ് ഞാൻ അവിടെ എൻ്റെ കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എനിക്ക് എറർ വന്ന കമ്പനി കോഡ് ഏതായിരുന്നു? TCS2 അല്ലേ. TCS2 ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ ചേഞ്ച് ഇൻ്റർവൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ചേഞ്ച് ഇൻ്റർവൽസ് സെലക്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ ഓൾറെഡി 01, 02, 14, 15, 18, 19 ഇത്രയും നമ്പർ റേഞ്ചസ് ഓൾറെഡി ഉണ്ട്. പക്ഷേ എനിക്ക് അവിടെ മിസ്സിങ് വന്നത് ഏതായിരുന്നു? 03 എന്ന് പറയുന്ന നമ്പർ റേഞ്ച് ആയിരുന്നു. ആ 03 അവിടെ ഇല്ലാണ്ട് എനിക്ക് ആ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എങ്ങനെ 03 ആഡ് ചെയ്ത് കൊടുക്കാം? എനിക്കിവിടെ ഓൾറെഡി ഞാൻ ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ ആദ്യമായിട്ട് ഒരെണ്ണം നമ്പർ റേഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പുതിയതായിട്ട് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു പ്ലസിൻ്റെ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എനിക്ക് അവിടെ പുതിയൊരു കോളം വന്നു, പുതിയൊരു റോ എനിക്ക് അവിടെ വന്നു. ഇവിടെ എൻ്റെ നമ്പർ കൊടുക്കാം, ഇയർ, ഫ്രം നമ്പർ, ടു നമ്പർ. ഓക്കെ, ഞാൻ അവിടെ ഫ്രം നമ്പറിൻ്റെ അവിടെ എനിക്ക് മിസ്സിങ് വന്ന നമ്പർ ഏതായിരുന്നു? 03 അല്ലേ. സോ ഞാൻ അവിടെ 03 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ 01 ആണോ മിസ്സിങ് വന്നത്, 02 ആണോ, അതോ 14 ആണോ, 15 ആണോ, ഏതാണോ നിങ്ങൾക്ക് മിസ്സിങ് വന്നേ ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്ക് അവിടെ മിസ്സിങ് വന്നത് 03 ആയിരുന്നു. ദെൻ ഇവിടെ ഇയർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇയർ ഏതാ? 2024. ഓക്കെ, ഇവിടെ എല്ലായിടത്തും 2024 തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 2023 ഇയർ കിടന്നിട്ടും നമുക്ക് നമ്പർ റേഞ്ച് മിസ്സിംഗ് എന്ന് പറഞ്ഞു വരും. സോ നമ്മളിതിപ്പോൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ 2024 ആയതുകൊണ്ട് നമുക്ക് അവിടെ 03 എന്ന് പറയുന്നത് 2024 എന്ന് പറയുന്ന ആ ഒരു ഇയറിലായിരിക്കണം. ദെൻ ഇവിടെ ഫ്രം നമ്പർ കൊടുക്കേണ്ടതും ടു നമ്പർ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഒരു നമ്പർ റേഞ്ച് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 to 1000 കൊടുക്കാം, അല്ലെങ്കിൽ 1 to 100 കൊടുക്കാം. ഏതെങ്കിലും ഒരു നമ്പർ റേഞ്ച് അവിടെ കൊടുക്കാം. അതായത് പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 to 1000 കൊടുക്കാം. അല്ല, നിങ്ങൾ ഓൾറെഡി കുറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് കൊടുത്ത നമ്പർ റേഞ്ച് ഏറ്റവും നമ്പർ റേഞ്ച് ഏറ്റവും വലുത് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്ത നമ്പർ റേഞ്ച് 6000 ആണ് ഏറ്റവും വലുത് അല്ലേ. സോ ഈ 6000 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പറാണ് അവിടെ പുതിയത് ആഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇവിടെ 6000 ആണ് ഏറ്റവും ലാസ്റ്റ് വലുത് കൊടുത്തതെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഏത് കൊടുക്കണം? 6001 എന്ന് കൊടുക്കണം. 6000 ഒരിക്കലും കൊടുക്കരുത്, എറർ വരും. സോ അവിടെ 6001 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ടു നമ്പർ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഒരു 1000ൻ്റെ ഒരു ഇൻ്റർവെല്ലാണ് ചെയ്തേക്കുന്നത്. സോ 6001 to 7000 ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആകും. സോ 6001 to 7000 കൊടുക്കാം. ഓക്കെ, ദെൻ ഞാനിവിടെ കൺട്രോൾസ് കൊടുത്തു, സേവ് ചെയ്തു, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 03 എന്ന് പറയുന്ന ഒരു ഇതവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്പർ റേഞ്ചസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ. സോ നിങ്ങൾക്ക് അവിടെ ഏത് നമ്പർ റേഞ്ച് മിസ്സിംഗ് എന്ന് പറഞ്ഞ് വന്നാലും 14, 15, 18, 19 ഇതെല്ലാം നമുക്ക് മിസ്സിംഗ് എന്ന് പറഞ്ഞ് വരും. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? FBN1 വന്നിട്ട് ഈ നമ്പർ റേഞ്ചസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്രം നമ്പറും ടു നമ്പറും ഓൾറെഡി ഒരു സ്ഥലത്ത് കൊടുത്തത് പിന്നെയും നമ്മൾ കൊടുക്കാൻ പാടില്ല. അവിടെ ഇല്ലാത്തതായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കണം. എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇവിടെ 6000 ഞാൻ ലാസ്റ്റ് കൊടുത്താറും നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഏത് കൊടുക്കണം? 6001 to 7000. ഓക്കെ അല്ലേ. സോ ഞാനിവിടെ എൻ്റെ കമ്പനിയിൽ 01, 02, 03, 14, 15, 18, 19 ഇത്രയും നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുത്തു. കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്തു. ഇനി ഞാൻ ആ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം.
/f-02 പോയിട്ട് ഞാൻ ജസ്റ്റ് ആ ട്രാൻസാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കിയാണ്. കണ്ടോ, ഇപ്പോൾ അവിടെ ആ എറർ സോൾവ് ആയി. നേരത്തെ എനിക്ക് ആ പേജിൽ സ്റ്റെക്കായിരുന്നു നമ്പർ റേഞ്ച് മിസ്സിംഗ് എന്നുള്ള കാരണം. സോ ഞാനിവിടെ നമ്പർ റേഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എന്തായി, ആ ഒരു എറർ അവിടെ സോൾവ് ആയി. ഓക്കെ അല്ലേ? സോ ഇനി എങ്ങനെയാണ് നമ്പർ റേഞ്ച് മിസ്സിംഗ് എന്ന് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പഠിച്ചില്ലേ? സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.